ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ ടു ഷീ മാഗസിൻ. ഇപ്പം നമ്മൾ കുറച്ച് അതിലേ കണ്ടിട്ട് ഭയങ്കര മടിയാണ് വീഡിയോസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഷീനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിർത്തി പോകാത്തതും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. എന്താണെന്നായിരിക്കും അല്ലേ, പെരുന്നാൾ പോലെയുള്ള ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് എന്നെപ്പോലെ വീടൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ഹെൽപ്പൊന്നും ഇല്ലാതെ അമ്മായിയമ്മ, പെങ്ങന്മാർ, അങ്ങനത്തെ പിന്നെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതിന് കുറച്ച് കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ കാര്യങ്ങളാട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡേറ്റ് അറിയാമല്ലോ. ആ സമയത്തേക്ക് അറ്റ്ലീസ്റ്റ് തലേന്നെങ്കിലും നമ്മളെല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യുക. എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നപ്പോൾ ആ സാധനങ്ങളൊക്കെ അടക്കം ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വെക്കേണ്ട അതാത് സ്ഥലങ്ങളിലേക്ക് നമ്മൾ സപ്ലൈസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ നാളെ ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് ഒത്തിരി ഉള്ളി ആവശ്യമുണ്ട്. ആ ഉള്ളിൻ്റെ തോലൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എല്ലാം ചിരണ്ടി അത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. പിന്നെ നാളെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്ക് ചെമ്മീനും തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഞാൻ നല്ല ബിരിയാണിയിലേക്കും ഈ സംഭവത്തിലേക്കൊക്കെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി സാധനങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വന്നിരുന്നു. അപ്പം ഉള്ളിയെല്ലാം മൂപ്പരാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നത്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ അത് ഞാൻ കട്ട് ചെയ്തു, അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ചിക്കൻ ഓഫ് കോഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അപ്പം ചിക്കനും ഞാൻ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രീസറിലേക്ക് വെക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തലേന്ന് തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് കിച്ചണും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അടുക്കളയിൽ നിന്ന്. പിന്നെ അതായത് പിറ്റേത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കാനുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ അതാ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കടലയും പുട്ടുമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതാ രാത്രി 1 മണി 1:30 വരെ ഇതായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ അങ്ങനെ ഞാനിതാ കറി വെക്കാനുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് നോക്കുകയാണ്. 7 മണിയാകുമ്പോഴേക്കും ഹസ്ബൻഡും കുട്ടികൾക്കും പള്ളിയിൽ പോകണം. അപ്പം അതിന് കണക്കാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുള്ളൂ. പിന്നെ നമ്മളുടെ ടൈമിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കടലക്കറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചിക്കന് ഞാൻ പുറത്ത് മെൽറ്റാൻ വെച്ചിരുന്നു. അത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഞാൻ മസാല ഒക്കെ പുരട്ടുകയാണ്. ഇപ്പോൾ എന്തിനാണ് മസാല പുരട്ടുന്നതായിരിക്കും വിചാരിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണിയാണ് കേട്ടത്. എൻ്റെ അമ്മായിമ്മൻ്റെ സ്പെഷ്യൽ ഐറ്റമാണത്. അപ്പോൾ നാത്തൂനാണ് എനിക്ക് ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി. ഞാൻ വളരെ അപൂർവമായിട്ട് അല്ലാത്ത ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കാക്കി സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പള്ളിയിലേക്ക് ഇറങ്ങണം കേട്ടോ. എന്താണെന്നല്ല, രാവിലെ കുറച്ച് വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വീണ്ടും ഇറങ്ങി. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ. ഇവിടെ ഈ പായസം തന്നെയാണ് വെക്കൽ. കഴിഞ്ഞ ഒരു 10-15 വർഷം കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ ഈ പായസം വെക്കുന്നത്. ഞാൻ ഫസ്റ്റായിട്ട് ഈ പായസം കുടിക്കുന്നതും ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. അന്നൊക്കെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അന്ന് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ടാണ്. എനിക്ക് അന്നൊന്നും തീരെ ഇഷ്ടമില്ലാത്ത പായസമായിരുന്നു. പക്ഷേ എന്താ പറയുക, വെറുപ്പിൻ്റെ അങ്ങേയറ്റം ഇഷ്ടം തോന്നിയെന്ന് പറയുന്ന ഒരു ഐറ്റമാണിത്. ചെറുപയർ പരിപ്പ് ഞാനിവിടെ ഒരു 1 കിലോനാട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ ഊറ്റി വെച്ചിട്ടുള്ള ഈ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് സ്മെല്ല് പോയതിന് ശേഷം അതിലേക്ക് 1 പാക്കറ്റ് സാദാ പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക്
ഒരു ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു 3-4 ഏലക്കായും കൂടെ ഒന്ന് ചെറുങ്ങനൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. 2 വിസിൽ മതി. എൻ്റെത് വലിയ കുക്കറാണ്. 2 വിസിലുകൊണ്ട് എനിക്ക് നല്ല പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ബിരിയാണി വെക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ആദ്യം തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. കുറച്ച് തോനെ ഉള്ളിയുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഒരു 2.5 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തോനെ ഉള്ളി ഉണ്ടായിട്ടോ വഴറ്റാൻ. അപ്പോൾ ഞാൻ ഉള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി അങ്ങ് വെച്ച് മാറ്റി വെച്ചാണ് പായസത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉരുളിയിലേക്ക് വേവിച്ച പരിപ്പും ഫസ്റ്റ് ഞാനിട്ടത് തേങ്ങയുടെ 2-ാം പാലാട്ടോ. പിന്നെ ഒരു പാക്ക് സാദാ പാലും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണീൻ്റെ കാര്യങ്ങൾ നോക്കാം. ഉള്ളി ഒരു വിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പായസത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, കാരണം അത് അടി പിടിച്ച് പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ബിരിയാണിയിലേക്ക് പിന്നെയും വന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ വക സാധനങ്ങളൊക്കെ ചതച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ 2.5 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കറക്റ്റ് കണക്കൊന്നും എനിക്ക് അത്ര പിടുത്തമില്ല, എല്ലാം ഒന്ന് കൈക്കണക്കാണ്. നമുക്ക് ഏകദേശം ഇത് കാണുന്ന സമയത്ത് ആ ഒരു ഐഡിയയിലാട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ ഇതാ തക്കാളിയും കൂടി ഇട്ടിട്ട് അത് വേവാൻ വെച്ചിട്ട് ഇതാണ് ഞാൻ പായസം അപ്പളേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 2-ാം പാലും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാനായിട്ട് പാടില്ല. അത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ഒന്നല്ല യൂസ് ചെയ്യുക, ശർക്കരയാണ്. ഇത്രയും ശർക്കര കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 5-6 ആണിയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അത് നമ്മൾ പായസത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിൽ എന്തെങ്കിലും ഡോട്ടും സാധനങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പാകത്തിന് മധുരമായതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ബിരിയാണിയിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല അതിട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഞാൻ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുളി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ തൈര് യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ടിടുക. പിന്നെ അവസാനം ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊരിച്ച ചിക്കന് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ആ ചിക്കനിലേക്കെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, മസാലകളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മളുടെ പായസത്തിലേക്കുള്ള വറവാണ്. ആദ്യം നല്ല നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും പിന്നെ മുന്തിരിയും ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ പായസത്തിന് നല്ല കട്ടി നമ്മൾ വെച്ചിക്കണതിനനുസരിച്ചിട്ട് കട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം കുറച്ച് ലൂസായി പോയാലും ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് ഫസ്റ്റിലെ കപ്പ് തന്നെ ഇക്കാക്കാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇക്കാക്ക് ഇത്രയും പ്രിയപ്പെട്ട സാധനം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് പായസം. എപ്പോൾ വെച്ചാലും ഏറ്റവും കൂടുതൽ കുടിക്കുന്നതും ഇക്കാക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 1-2 ഗസ്റ്റൊക്കെ വന്നു. ഉമ്മയും പപ്പയും ഉണ്ടായിരുന്നു, പിന്നെ മൂത്താപ്പയും ഉണ്ടായിരുന്നു. അവർ വന്നു. അവർ പായസമൊക്കെ കുടിച്ച് കുറേ സംസാരിച്ചതിന് ശേഷം പോയി. അതുകൊണ്ട് എനിക്ക് ബിരിയാണി ദമ്മിടാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ദമ്മായി. ഇപ്പോഴാട്ടോ കുറച്ച് ലേറ്റായി പോയി. അവർ വന്ന് സംസാരിച്ചിരുന്നതുകൊണ്ട് ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ദമ്മിട്ടു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരിപാടിയും തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അവർ ഇപ്പോൾ അടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല കുഞ്ഞൊരു വീടാണ് കേട്ടോ. പുറമേ നിന്നുള്ള വ്യൂസ് കണ്ടില്ലേ. പിന്നെ നമ്മൾ കയറുന്നവിടെ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ വീടിന് 2 ബെഡ്റൂമാണ് കേട്ടുള്ളത്. കുറച്ചാണെങ്കിലും ഉള്ള സ്ഥലത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ലിവിങ്ങിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിൽ ഗ്ലാസ് ഇട്ടതാണ്. അതുകൊണ്ട് നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ. ഡൈനിങ് ഹാളിലും ലിവിങ്ങിലും ഒക്കെ നല്ല വെളിച്ചമുണ്ട്. പിന്നെ ഇതാണ് വാഷ് ഏരിയ.
ഡൈനിങ് ഹാളിലേക്ക് തൊട്ടടുത്തായിട്ടാണ് അടുത്ത റൂം. ഇത് കുട്ടികളുടെ ബെഡ്റൂമാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും, ഒരു കുഞ്ഞു ഫാമിലിയാണ്, 4 പേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കുഞ്ഞൊരു സ്വർഗം പോലത്തെ ഒരു വീടാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ കിച്ചണിലേക്ക്, ഇതാ കിച്ചൺ കണ്ടില്ലേ, ചെറുതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ആ ഉള്ള സ്ഥലത്ത് അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ ഇതാണ് ഈ വീട്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയ സമയത്ത്, ഡൽഹി പോയ സമയത്തായിരുന്നു ഇവരുടെ വീട്ടുകൂടൽ. അപ്പോൾ പോയി വന്നതിന് ശേഷം ഇന്ന് പോവാം നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഏതായാലും പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇറങ്ങിയതാണ്. എനിക്ക് ഈ വീടും ഈ വീടിൻ്റെ ചുറ്റുഭാഗമുള്ളൊരു സീനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ വീടിൻ്റെ ആ മുകളിൽ പോയിട്ടുള്ളൊരു സീൻ പോലെ കേട്ടോ ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് കണ്ടില്ലേ, നല്ല രസമുള്ള സൺസെറ്റാണ്. അത് കുറേ നേരം കണ്ട് ആസ്വദിച്ചു. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുകൂടി എല്ലാവരും കളിയും ചിരിയും സംസാരമൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ബൈ.